ഹലോ ഗൈസ്, ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത ഡീസൽ ജീപ്പിനെ പറ്റിയാണ്. മഹീന്ദ്രയുടെ CJ500 D എന്നുള്ളതാണ് ആ മോഡൽ. അതിനു മുൻപ് ഇവിടെ ഇറങ്ങിയിരുന്നത് ഈ വില്ലീസ് കമ്പനിയുടെ ജീപ്പായിരുന്നു. അമേരിക്കയിൽ നിന്നും പാർട്സ് കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്ത് ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു മഹീന്ദ്ര കമ്പനി ചെയ്തിരുന്നത്. 1975 ഇന്ത്യൻ നിർമ്മിത ജീപ്പ് വേണമെന്ന ആഗ്രഹത്തിൽ ട്രാക്ടറിൻ്റെ എൻജിൻ ഘടിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ ജീപ്പ് പുറത്തിറങ്ങിയത്. പിന്നീട് കുറേ കാലം ഇന്ത്യൻ റോഡുകളെ അടക്കി ഭരിച്ചിരുന്ന മോഡലായിരുന്നു 500 D. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഈ വണ്ടിയെ പറ്റി പറയുമ്പോൾ ഇതിൽ ആധുനികമായ ഒരു ടെക്നോളജിയും ഇല്ല. ഇതിലുള്ളത് മുഴുവൻ പഴയ ടെക്നോളജിയാണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണെങ്കിൽ സാധാരണ സ്റ്റിയറിംഗ് ആണ്, പവർ സ്റ്റിയറിംഗ് അല്ല. ബ്രേക്ക് പവർ ബ്രേക്ക് അല്ല, സാധാരണ ബ്രേക്കാണ്. അതുകൊണ്ടൊക്കെ വളരെ കായികബലം ആവശ്യമാണ് ഈ വണ്ടി നിയന്ത്രിക്കാൻ. ഈ വണ്ടിയുടെ യാത്രാസുഖം എന്താണെന്ന് വെച്ചാൽ എന്നാൽ അങ്ങനെ ഒരു സുഖമില്ല. യാത്രാസുഖത്തിന് പകരം ഏത് ബുദ്ധിമുട്ടുള്ള റോഡാണെങ്കിലും എന്ത് പരിക്കം പതലാണെങ്കിലും ഈ വണ്ടി നമ്മളവിടെ എത്തിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രസക്തി. നമ്മുടെ ഈ വണ്ടി 1985 മോഡലാണ്. ഇപ്പോഴത്തെ ഉടമസ്ഥൻ്റെ കയ്യിൽ ഈ വണ്ടി എത്തിയത് 2010 2010 എത്തിയതിനു ശേഷം ഇതിൽ കുറേ മോഡിഫിക്കേഷൻ വർക്കൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന് കാരണം ചില ഭാഗങ്ങളൊക്കെ ഇരുമ്പിൻ്റെ ഭാഗങ്ങൾ തുരുമ്പിച്ച് പോവുക, ദ്രവിച്ച് പോവുക, ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് മുഴുവനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ജീപ്പിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടാണ്ട് നമ്മൾ നടത്തിയൊരു മോഡിഫിക്കേഷനാണ് ഇതിൻ്റെ ഫ്രണ്ട് സീറ്റ്. നേരത്തെ ഒറ്റ നിലയ്ക്കുള്ള സീറ്റായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇത് മോഡിഫൈ ചെയ്തിട്ട് ഈ 2 പേർക്ക് ഇരിക്കാവുന്ന തരത്തിൽ ഇങ്ങനത്തെ ആധുനിക തരത്തിൽ സീറ്റാക്കി മാറ്റി. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിക്ക് 3 ഗിയറാണുള്ളത് കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, പിന്നെ ഉള്ളത് റിവേഴ്സ്. ഇത് പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ടാണ് 3 ഗിയർ വണ്ടി. പിന്നീട് വന്ന വണ്ടിക്കൊക്കെ 4 ഗിയറും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗിയർ പൊസിഷൻ നമുക്ക് നോക്കാം. ഗിയർ പൊസിഷൻ സാധാരണയാണെങ്കിൽ ഫസ്റ്റൊക്കെ എല്ലാവരുടെ വണ്ടിക്ക് മുകളിലേക്ക് ഉണ്ടാവുക, പക്ഷേ ഇത് താഴത്തേക്കാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നു. അപ്പോൾ വണ്ടി ന്യൂട്രലാണ് കിടക്കുന്നത്. ഓക്കെ താഴേക്ക് ഇട്ടു, ഫസ്റ്റ് ഗിയറാണ്. ഇനി അവിടുന്ന് ഒന്ന് മുകളിലേക്ക് തട്ടിയിട്ട് ഒന്ന് വലത്തോട്ട് തിരിച്ച് വീണ്ടും മുകളിലേക്ക് ഇട്ടാൽ സെക്കൻഡായി. ഓക്കെ, ഇവിടെ നേരെ താഴോട്ടിട്ടാൽ അത് തേർഡ് ഗിയർ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം. റിവേഴ്സ് ന്യൂട്രലിൽ നിന്ന് നേരെ മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ 3 ഗിയറിൻ്റെ പരിപാടിയാണ് വണ്ടിക്കുള്ളത്. നമുക്ക് നമ്മുടെ ജീപ്പിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് തുറന്നു നോക്കാം. സാധാരണ പുതിയ മോഡൽ വണ്ടിയൊക്കെ ആണെങ്കിൽ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്ത് തന്നെ ലിവർ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോണ്ട് തുറന്നു കിട്ടും. അങ്ങനെയല്ല എൻ്റെ ഏർപ്പാട്. സൈഡിൽ ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് പൊക്കിയിട്ട് നമുക്ക് നേരെ തുറക്കുക ചെയ്യാം. ഓക്കെ, പൊക്കിക്കോളും. ഓക്കെ, ഈ സൈഡ് നമ്മൾ തുറന്നു. ഓക്കെ, ഇത് നമ്മുടെ എൻജിൻ റൂം നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് ആദ്യം എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്റർ അതാണ്. ഓക്കെ, ഇനി ഡീസൽ ഫിൽറ്ററാണ്. പിന്നെ ഡീസൽ ഫിൽറ്റർ കാണാം. ഡീസൽ ഫിൽറ്റർ ആ ഭാഗത്താണ്. ഇനി നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ഭാഗമുണ്ട്, അതിൻ്റെ ഭാഗം അത്. ഓക്കെ, ഓറഞ്ച് അതിൽ കൂടെയാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ അളവ് അറിയാനുള്ള സാധനമുണ്ട്. ഓക്കെ, അത് നമുക്ക് വലിച്ചു നോക്കിയിട്ട് അതിൻ്റെ അടിയിൽ എന്ത് മാത്രം ഓയിലുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഈ എയർ പമ്പ് ചെയ്യാൻ ചില സമയത്ത് എയറൊക്കെ കൂടിക്കഴിഞ്ഞാൽ എയർ പമ്പ് ചെയ്യാനുള്ള ഭാഗമാണത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ റേഡിയേറ്റർ, ഇവിടെ ബാറ്ററി സൈഡിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനാമോ താഴെ ഭാഗത്താണ്. അപ്പോൾ ഇത്തരം സംവിധാനമൊക്കെയാണ് ഇപ്പോൾ ഇതിലുള്ളത്. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി നോക്കണം. ഓക്കെ, ഗൈസ്, അപ്പോൾ വണ്ടി ഓഫാക്കാൻ തൊട്ടടുത്ത് തന്നെ സ്വിച്ച് പിടിച്ച് വലിക്കുക ചെയ്യുക. അപ്പോൾ അത് കേബിളാണ്. കേബിൾ ഉള്ളിൽ പോയിട്ട് അത് ഓഫായി കിട്ടും. ഗൈസ്, നമുക്ക് ഈ വണ്ടി കുറച്ച് നേരം ഓടിച്ച് നോക്കാം കേട്ടോ. ഓടുമ്പോൾ എൻ്റെ ശബ്ദം ഉണ്ടല്ലോ, വളരെ ഗാംഭീര്യം നിറഞ്ഞാണ്. ഇയാൾ കടന്നു വരുന്നുണ്ടെന്നുള്ളത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കും.
അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വണ്ടിക്ക് എ സി ഇല്ല കേട്ടോ, പകരം നാച്ചുറൽ എ സി ആണ്. നമുക്കിതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് കൊണ്ട് പൊക്കി വെക്കാം. ഫ്രണ്ട് ഗ്ലാസ് പൊക്കി വെച്ച് കഴിഞ്ഞാൽ തണുപ്പല്ല, കാറ്റല്ല, കൊടുങ്കാറ്റ് തന്നെ നമുക്ക് ഉള്ളിൽ കിട്ടും. ഓക്കെ, ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ഉറപ്പിച്ച് നിർത്താനുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഗൈസ് ഇന്നത്തെ ഈ ആധുനിക കാലം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ വണ്ടിയിൽ ആധുനികമായ ഒരു ടെക്നോളജി ഇല്ല. പക്ഷേ ഇത് ഇറങ്ങിയ കാലത്ത് ഇപ്പം റോട്ടിലെ പുലിയും നരിയും വ്യാഘ്രം തന്നെയായിരുന്നു. എല്ലാ മേഖലയിലും ഉപയോഗിക്കാൻ പറ്റിയ ഒന്നൊന്നര സാധനം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.